ഇനി നിങ്ങൾക്ക് നിങ്ങൾ ആൾറെഡി ആഡ് ചെയ്തപ്പോൾ തക്കാളി ഞാൻ ആൾറെഡി ആഡ് ചെയ്തല്ലോ, തക്കാളിയുടെ റേറ്റ് കൂട്ടണമെന്നോ അല്ലെങ്കിൽ തക്കാളിയുടെ എന്തെങ്കിലും മാറ്റണം എന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഈ ഒരു ഏറ്റവും താഴെ കാണുന്ന നീല കളറിലെ ബട്ടൺ കണ്ടില്ലേ സ്റ്റോറിൻ്റെ, ജസ്റ്റ് അതൊന്ന് ക്ലിക്ക് ചെയ്യുക. അതൊന്ന് ക്ലിക്ക് കഴിഞ്ഞാൽ എല്ലാ പ്രോഡക്റ്റുകളും അവിടെ കാണാൻ പറ്റും. ഏതെങ്കിലും കസ്റ്റമേഴ്സ് നിങ്ങളെ ടൊമാറ്റോക്ക് റിവ്യൂ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ റിവ്യൂ ഉള്ള സെക്ഷനിൽ കാണാൻ പറ്റും, റിവ്യൂ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ. ഓക്കെ, ഇനിയിപ്പോൾ ഈ ഷോപ്പിൻ്റെ ഫോട്ടോ ഒക്കെ മാറ്റണമെന്നുണ്ടെങ്കിൽ വലത്തെ ഭാഗത്ത് മുകളിൽ ഒരു എഡിറ്റിൻ്റെ ബട്ടൺ കാണാൻ പറ്റും, പെൻസിലിൻ്റെ. ആ ഒരു പെൻസിലിൻ്റെ ചിത്രം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇൻഫർമേഷൻസ് ഒക്കെ ഇവിടെ അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഷോപ്പിൻ്റെ പേര് മാറ്റണമെങ്കിൽ ഇവിടെ മാറ്റാം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്യാൻ പറ്റും. പിന്നെ ഇവിടെ ഈ ടൊമാറ്റോൻ്റെ കാര്യങ്ങൾ മാറ്റണമെന്നുണ്ടെങ്കിൽ, ടൊമാറ്റോൻ്റെ എന്തെങ്കിലും പേരോ എന്തെങ്കിലും മാറ്റണമെന്നുണ്ടെങ്കിൽ ഈ ഒരു 3 ഡോട്ട് കണ്ടില്ലേ, ജസ്റ്റ് ആ ഒരു 3 ഡോട്ട് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് എഡിറ്റ് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ടൊമാറ്റോമേ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു പേജിലോട്ട് പോകും. ഓക്കെ, ഇങ്ങനത്തെ ഒരു പേജിലോട്ട് പോയി കഴിഞ്ഞാൽ വലത്തെ ഭാഗത്ത് താഴെ അപ്ഡേറ്റ് ഐറ്റം കണ്ടോ, അപ്ഡേറ്റ് ഐറ്റം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ടൊമാറ്റോൻ്റെ പേരും ഡിസ്ക്രിപ്ഷനും അതേപോലെ തന്നെ റേറ്റും ഇനിയിപ്പോൾ ഡിസ്കൗണ്ട് കൊടുക്കുകയാണെങ്കിൽ ഡിസ്കൗണ്ടും എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അവിടെ മാറ്റാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, പിന്നെ ഇനിയിപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഈ ടൊമാറ്റോ ഇനി അവൈലബിൾ അല്ലാന്ന് തോന്നുന്നു വിചാരിക്കും, ടൊമാറ്റോൻ്റെ സ്റ്റോക്ക് പെട്ടെന്ന് കഴിഞ്ഞു, അല്ലെങ്കിൽ ടൊമാറ്റോ അങ്ങനെ എന്തെങ്കിലും സാഹചര്യത്തിൽ ടൊമാറ്റോ ഫുള്ള് കഴിഞ്ഞെന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഓർഡേഴ്സ് വരാണ്ടിരിക്കാൻ എന്താ ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ടൊമാറ്റോ ഉണ്ടല്ലോ, ടൊമാറ്റോ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒരു പേജിലോട്ട് പോകും. ഇവിടെ അവൈലബിൾ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇത് കണ്ടില്ലേ, ഒരു ടോഗിള്, ആ അവൈലബിൾ നീല കളർ കാണുന്ന ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എന്താകും, കസ്റ്റമേഴ്സിന് ഈ ടൊമാറ്റോ എന്നുള്ള ഒരു പ്രോഡക്റ്റ് നിങ്ങളുടെ ഷോപ്പിൻ്റെ കീഴിൽ കാണാനും പറ്റില്ല, ഓർഡർ ചെയ്യാനും പറ്റില്ല. പിന്നെ എപ്പോഴാണ് ആ ടൊമാറ്റോ തിരിച്ച് നിങ്ങളുടെ കയ്യിൽ സ്റ്റോക്ക് വരുന്നത്, ആ ഒരു സമയത്ത് നിങ്ങൾക്ക് അവൈലബിൾ എന്ന ബട്ടൺ ജസ്റ്റ് ഓൺ ആക്കിയാൽ മതി. ഓക്കെ, ഇപ്പോൾ നിങ്ങളുടെ ഷോപ്പിൽ തന്നെ കുറേ പ്രോഡക്റ്റുകൾ നിങ്ങൾ ആഡ് ചെയ്യുമല്ലോ, അപ്പോൾ ആ ഒരു പ്രോഡക്റ്റുകൾ തന്നെ ഇപ്പോൾ അതിൽ ചില പ്രോഡക്റ്റുകൾ നിങ്ങൾക്ക് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കാനൊക്കെ തോന്നുമല്ലോ. അതായത് നിങ്ങളുടെ സ്റ്റോറിൻ്റെ പേജ് കസ്റ്റമർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഐറ്റംസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് നിങ്ങളുടെ സ്റ്റോറിൻ്റെ പേജ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇത് സ്പെഷ്യൽ ഐറ്റം ആണെന്നോ അങ്ങനെ എന്തെങ്കിലും കാണിക്കണം, അങ്ങനത്തെ എന്തെങ്കിലും ഐറ്റംസ് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലെ താഴെയുള്ള ഒരു സ്റ്റോറിൻ്റെ പേജ് ഉണ്ടല്ലോ, ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യാൻ തൽക്കാലം ഞാൻ ഇപ്പോൾ ഒരു പ്രോഡക്റ്റ് മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ, അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റാണ് ഞാൻ ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ടൊമാറ്റോ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് പ്രോഡക്റ്റാണ് നിങ്ങൾക്ക് ഹൈലൈറ്റ് ചെയ്യേണ്ടത്, റെക്കമെൻഡ് ചെയ്യേണ്ടത്, ആ ഒരു പ്രോഡക്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിലിവിടെ രണ്ടാമത്തെ ഒരു ഓപ്ഷൻ കണ്ടോ, റെക്കമെൻഡഡ് എന്ന്, ആ ഒരു ഓപ്ഷൻ ജസ്റ്റ് ഇങ്ങനെ ഓൺ ആക്കി കഴിഞ്ഞാൽ ഇനി കസ്റ്റമർ നിങ്ങളുടെ സ്റ്റോറിൻ്റെ പേജ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും ഫസ്റ്റായിട്ട് റെക്കമെൻഡഡ് ഫോർ യു എന്ന് പറഞ്ഞിട്ട് അവർക്ക് നിങ്ങളുടെ ടൊമാറ്റോനെ അവിടെ കാണിച്ചു തരും. ടൊമാറ്റോ ഞാൻ എക്സാമ്പിൾ കാണിച്ചതാണ്. നിങ്ങളുടെ ഷോപ്പിൽ എന്തെങ്കിലും സ്പെഷ്യൽ ഐറ്റംസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാം. ഇൻ കേസ് അത് നേരെ തിരിച്ച് സ്പെഷ്യൽ ഐറ്റംസ് ആയിട്ട് കൊടുക്കേണ്ട പഴയ പോലെ തന്നെ മതി എന്നുണ്ടെങ്കിൽ ജസ്റ്റ് റെക്കമെൻഡഡ് ഒന്ന് ഓഫ് ആക്കിയാൽ മതി. ഓക്കെ.